ഹലോ, വെൽക്കം ടു അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകതകൾ നിറഞ്ഞ, നിഗൂഢതകൾ നിറഞ്ഞ ഒരു വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ ഇല്യ ടൊപ്പൂരിയ വേഴ്സസ് ഹോളോവേ ആ ഫൈറ്റിൽ നടന്ന ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു സയൻറ്റിഫിക് വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ വീഡിയോ ആണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതിനു മുമ്പ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കൂട്ടർക്ക് നന്ദി പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് താങ്ക്സ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. കാരണം നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ കമൻറ്റ് സപ്പോർട്ടും കാരണമാണ് നമുക്കിതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനം കിട്ടുന്നത്. രണ്ടാമത്തെ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഇപ്പോൾ നിലവിൽ UFC കേരള സീനിൽ ആക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്. ഗംഭീരമായിട്ടുള്ള വീഡിയോസ് ആണ് ഉണ്ടാക്കുന്നത്. പണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ പ്രചോദനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് സീനിലുണ്ട്. അപ്പോൾ നമ്മൾക്കും വളരെയധികം പ്രചോദനം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ടൊപ്പൂരിയ ഹോളോവേ ഫൈറ്റിലാണ്. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ടൊപ്പൂരിയ ഹോളോവേൻ്റെ പ്രഷർ പോയിന്റിൽ, അതായത് മലയാളത്തിൽ മർമ്മം എന്നൊക്കെ പറയും, അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ അവിടെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈറ്റ്, അതായത് ടൊപ്പൂരിയ ഹോളോവേ ഫൈറ്റ് ഓൾറെഡി പല ആളുകളും ഒരുപാട് ലാംഗ്വേജസിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ ചിരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചിരിച്ചോളൂ. പക്ഷേ ചിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന്, ഫൈറ്റ് വീഡിയോ നമ്മുടെ സോണി ലൈവിൽ കിടപ്പുണ്ട്, ഇല്യ ടൊപ്പൂരിയ ഹോളോവേ. അത് UFCയുടെ ഒഫീഷ്യൽ വീഡിയോ തന്നെയാണ്, ദേ ബീയിങ് ദ പാർട്ട്നേഴ്സ്. ആ വീഡിയോ, ആ ലാസ്റ്റ് മൊമെന്റ്, ആ നോക്കൗട്ട് മൊമെന്റ് ഒന്ന് വീണ്ടും 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 റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടു നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് അപ്പോൾ ബോധ്യം വരും. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടത്, ആ ലാസ്റ്റ് മൊമെന്റ് റിപ്പീറ്റ് അടിച്ച് കണ്ടത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ നോക്കൗട്ട്, ആ ഹുക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ആ ഹുക്ക് അടിക്കുന്നതിന് മുമ്പ് ടൊപ്പൂരിയുടെ ഒരു ഫുട് വർക്ക് ഉണ്ട്, അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാര്യം നോട്ടീസ് ചെയ്തത്. അതായത് ഗൈസ് ശ്രദ്ധിക്കുക, ഇതെല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ടൊപ്പൂരിയയുടെ ഒരു ഗാർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഗാർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഹോളോവേ ഞെട്ടിപ്പോകുന്നുണ്ട്, സ്തംഭിച്ചു പോകുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ അത് കാരണം പുള്ളി ബാക്കിലേക്ക് പോയി. നമ്മുടെ ടൊപ്പൂരിയ പോക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്തേക്ക് കയറിപ്പോയി എക്സ്പ്ലോസീവായിട്ട്, പുള്ളിയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണല്ലോ, എക്സ്പ്ലോസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു വിധത്തിൽ ഹോളോവേ ആ പോക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെന്ന് തന്നെ പറയാം, ദൂരെ കൂടിപ്പോയി. വീണ്ടും അപ്പോൾ ടൊപ്പൂരിയയ്ക്ക് മനസ്സിലായി, ലൈക്ക് എതിരാളി വീക്ക് ആയി തുടങ്ങിയിരിക്കുകയാണ്, വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൊപ്പൂരിയ വീണ്ടും ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത് അടുത്തേക്ക് പോയി അറ്റാക്സ് തുടരുകയാണ്, എക്സ്പ്ലോസീവ് അറ്റാക്സ് തുടരുകയാണ്. ഇനിയാണ് നമ്മുടെ കഥയുടെ മെയിൻ ഒരു സംഭവം. ആ ഒരു ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത്, ഞാൻ പറയുന്നത് നോക്കൗട്ട് പഞ്ച് അല്ല, ആ നോക്കൗട്ട് പഞ്ചിന് തൊട്ട് മുമ്പായിട്ട് ടൊപ്പൂരിയ ഒരു ഹുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. സി എക്സാക്ട്ലി ലൈക്ക് ദിസ്, ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഞാനത് കണ്ടപ്പോൾ വണ്ടർ അടിച്ചിരുന്നു പോയി. ആ ഹുക്ക് സത്യം പറഞ്ഞാൽ ഹോളോവേയുടെ ഫേസിൽ കണക്റ്റ് ആയിട്ടില്ല. നിങ്ങളത് നോക്കിക്കോളൂ. ആ ഹുക്ക് എവിടെയാണ് കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോളോവേൻ്റെ ഈ ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ കോളർ ബോൺ ഉണ്ടല്ലോ, കോളർ ബോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഏതോ ഒരു പൊസിഷനിലാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഹുക്ക് ഇവിടെ കൊണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ ഫുട്ടേജിൽ നോക്കൂ, ഒരു ഞരമ്പ് തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് പക്ഷേ ആ സമയത്ത് ഹോളോവേ ഒരു നീ പോലെ എന്തോ, മരണവെപ്രാളമാണല്ലോ, പുള്ളിക്ക് മനസ്സിലായി എന്തൊക്കെയോ പന്തികേടുണ്ട്, ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാം അത് അങ്ങനെ തെളിഞ്ഞ് കാണുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, ആ ഒരു ഇവൻറ്റിന് ശേഷം ഈ ഞരമ്പ് തെളിയുന്ന മാത്രമല്ല, ആ ഒരു ഹുക്ക് കൊണ്ടതിന് ശേഷം, ഇവിടെ കൊണ്ടതിന് ശേഷം ഹോളോവയുടെ കൈകൾ രണ്ടും താഴേക്ക് പോകുന്നുണ്ട്. എക്സാക്ട്ലി ലൈക്ക് ദിസ്.
രണ്ട് കൈകളും താഴേക്ക് പോകുന്നുണ്ട്. ആൻഡ് മൂപ്പർ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് ഫ്രീസായിട്ട്. ഇത് നിങ്ങൾ 1-2 വട്ടം കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കിക്കോളൂ. കൈകൾ രണ്ടും താഴേക്ക് പോയി മൂപ്പർ ഇങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഒരു സാധാ UFC ഫൈറ്ററിനെ കുറിച്ചോ അല്ല പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഡോമിനന്റ് ബോക്സേഴ്സ് ഇൻ UFC, മാക്സ് ഹോളോവയെ കുറിച്ചാണ് പറയുന്നത്. ഹോളോവേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എതിരാളിയുടെ മുമ്പിൽ ഇങ്ങനെ കൈയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുമെന്ന്? ആ ഒരു ഹുക്ക് ഇവിടെ കൊണ്ടതിന് ശേഷം മൂപ്പറുടെ കൈകൾ രണ്ടും താഴെ പോയി മൂപ്പരിത് ഇങ്ങനെ ഫ്രീസായി സ്റ്റാച്യു എന്ന് പറയത്തില്ലേ, പ്രതിമ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ടൊപ്പൂരിയ ഫുട് വർക്ക് അഡ്ജസ്റ്റ്മെന്റിലൂടെ ഈ ഒരു ആംഗിളിലേക്ക് വന്ന് ആ നോക്കൗട്ട് ഹുക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ നോക്കൗട്ട് ഹുക്ക് കിട്ടിയതിന് ശേഷം ഹോളോവേ താഴെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ആ നോക്കൗട്ട് ഹുക്ക് ഇവിടെ ആയിട്ട് കിട്ടുമ്പോൾ ഹോളോവയുടെ സൈഡിൽ നിന്ന് ഒരു പ്രതികരണവുമില്ല. മൂപ്പര് സ്റ്റാച്യു പോലെ നിൽക്കുവാണ് ഇങ്ങനെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഞാൻ സ്ലോ മോഷനിൽ കാണുന്നതുകൊണ്ടായിരിക്കും. അല്ല, നിങ്ങൾ റിയൽ ടൈമിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി സോണി ലൈവിൽ ആ മൊമെന്റ് ഒന്ന് കണ്ടു നോക്കൂ. ആ നോക്കൗട്ട് പഞ്ച് കിട്ടുന്നതിന് മുമ്പ് മാക്സ് ഹോളോവേ സ്തംഭിച്ച് നിൽക്കുവാണ്, രണ്ട് കൈകളും താഴേക്ക് പോയിട്ട്. സോ അവിടെയാണ് എൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമല്ല. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ റിസർച്ച് നടത്തുമ്പോൾ അതിനകത്ത് സയൻറ്റിഫിക്കലി ഒരുപാട് ഊഹങ്ങൾ എന്താണ്? തോന്നലുകൾ. പക്ഷേ സയൻറ്റിഫിക് ആണ്, വെറുതെ ഇരുന്ന് തോന്നുമല്ല. അതിന് എവിഡൻസ് വേണം. നമ്മുടെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഫുട്ടേജ് ഉണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഞാൻ പറയുന്നത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നോക്കൗട്ട് ഹുക്ക് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ടൊപ്പൂരിയ ഒരു ഹുക്ക് കൊടുക്കുന്നുണ്ട്. ആ ഹുക്ക് ഹോളോവേന്റെ ഫേസിൽ കണക്റ്റ് ആയിട്ടില്ല. ആ ഹുക്ക് കണക്റ്റ് ആയ പോയിന്റ്, എക്സാക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹോളോവേയുടെ ഈ ഭാഗത്ത് എവിടെയാണ്. ഇവിടെ കൊണ്ടതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഹോളോവേയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈകൾ രണ്ടും താഴേക്ക് പോയി മൂപ്പരിത ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുവാണ് ഇങ്ങനെ. ആൻഡ് ഹീ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. ടൊപ്പൂരിയ ഇമ്മീഡിയറ്റ്ലി സീസ് ദാറ്റ് ആൻഡ് ഹി അഡ്ജസ്റ്റ് ഹിസ് ഫുട് വർക്ക് ആൻഡ് ഗീവ്സ് എ നോക്കൗട്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ടൊപ്പൂരിയ കളരി പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മർമ്മകല അറിയാവുന്ന ഒന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വാട്ട് ടൊപ്പൂരിയ നോസ് ഇസ് ദാറ്റ് അദ്ദേഹത്തിന് ട്രെമൻഡസ് പവർ ഉണ്ടെന്നുള്ള കാര്യം ടൊപ്പൂരിയക്ക് അറിയാം. പുള്ളി പോക്കറ്റ്സിൽ വരുമ്പോൾ അത് ശരിക്ക് കയറി പ്രയോഗിക്കുന്നു. ടൊപ്പൂരിയ പോക്കറ്റ് ഫൈറ്റിങ്ങിൽ ഭയങ്കര ഐക്യു ഉള്ള ഒരു ഫൈറ്ററാണ്. ആ ഒരു പഞ്ച്, ആ ഒരു ഹുക്ക് കൊള്ളണ്ട പോലെ കൊണ്ടു. എനിക്ക് ബലമായ സംശയമുണ്ട് അത് ഹോളോവേയുടെ ഇവിടെ ഉള്ള ഏതോ മർമ്മഭാഗത്ത് കൊണ്ടിട്ടുണ്ട്. ഞാനത് റിസർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോസിലും കാണാം. അവിടെ ഇൻഡീഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മർമ്മ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യില്ല, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളൂ. ബട്ട് ഐ ആം ഷുവർ ടൊപ്പൂരിയ ഒരു പ്രഷർ പോയിന്റ്, ഒരു മർമ്മ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്തു. ആൻഡ് ഹോളോവേ അതിനുശേഷമാണ് സ്തംഭിച്ച് കൈകൾ രണ്ടും താഴ്ത്തി ഇങ്ങനെ നിന്ന് പോയത്. അതിനുശേഷം ടൊപ്പൂരിയയ്ക്ക് ആ ഒരു നോക്കൗട്ട് ഹുക്ക് കണക്ട് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഹോളോവേ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിക്കോളൂ. ഹോളോവേ ആ ഒരു നോക്കൗട്ട് പഞ്ച് വരുന്നതോ കണക്റ്റ് ആയതോ ഒന്നും അറിഞ്ഞിട്ടില്ല. മൂപ്പര് അതിനു മുമ്പേ തന്നെ സ്തംഭിച്ചു പോയിരുന്നു. സ്തംഭിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, സ്റ്റാച്യു പോലെ ആയിരുന്നു. ആൻഡ് ഐ എം ഷോയിങ് വിത്ത് എവിഡൻസ്. ഞാൻ എവിഡൻസ് സഹിതമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു വീഡിയോ, ഒരു കണ്ടുപിടുത്തം ലോകത്തിൽ തന്നെ ആരും നടത്തിയിട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തു തോന്നുന്നു? ഇത് വെറും എൻ്റെ തോന്നലാണോ, അതോ UFC കണ്ട് MMA കണ്ട് എനിക്ക് ഭ്രാന്തായതാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയതാണോ? കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ രസകരമായിട്ടുള്ള കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഹോളോവേ പറയുന്ന പോലെ ലെറ്റ്സ് ഗോ.